അള്ളാന്റെ മണ്ണ് വെട്ടിത്തിരിച്ചിട്ട് വിൽപ്പന നടത്തല്. എല്ലാ റിയൽ എസ്റ്റേറ്റുകാരും കൊള്ളക്കാരും കൊള്ളെടുക്കുന്നവരെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. പക്ഷേ പിടിച്ചു വെച്ച് ഊഹക്കച്ചവടം നടത്തി ആവശ്യക്കാരനെ ബുദ്ധിമുട്ടിച്ച് അവസാനം അവന് ആവശ്യം വരുമ്പോ ഉള്ള വാങ്ങിയതിനേക്കാളിലും യാതൊരു മുടക്കുമുതലും ചെയ്യാതെ 4ഉം 5ഉം 0 കൂടുതൽ ചേർത്ത് 10ന് വാങ്ങിയത് 10 കോടിക്ക് വിട്ട് വാപ്പാനെയും മാനെയും ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോയാൽ ആ സമ്പാദിച്ച സമ്പത്തുകൾ പടച്ചോനങ്ങ് കബൂലാക്കി കളയും എന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കണമെങ്കിൽ ലാ തസൂലു ഖദമ അബദൻ യൗമൽ ഖിയാമ, റബ്ബിന്റെ കോടതിയിൽ ഹശറെന്ന മൈതാനിയിൽ സൂര്യന് താഴെ ഒരടി കാല് മുൻപോട്ട് അനക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ അല്ലാഹുവിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഏതാ ചോദ്യങ്ങളിൽ ഒന്ന്? മിന്നൈന ഇക്തസബഹു വഫീമാ അൻഫഖഹു, നീ എവിടെ നിന്ന് സമ്പാദിച്ചു, ആരെ പറ്റിച്ചു, ഏടുന്ന് കൊള്ളലാപെടുത്തു? നിന്റെ നാവിന്റെ വഴക്കം കൊണ്ടും നാവിന്റെ ശ്രേഷ്ഠത കൊണ്ടും മറ്റുള്ളവരെ കള്ളത്തരം പറഞ്ഞു കുപ്പിയിലാക്കിയിട്ടും നീ സമ്പാദിച്ച സമ്പത്തുകളെ കൊണ്ട് നിന്റെ മക്കളെയും കുടുംബത്തെയും രാജകീയ ജീവിതം നീ നയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അതേ മക്കൾ നിന്റെ മുഖത്ത് നോക്കി പറയും, നാഥാ, എനിക്ക് നീ തന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്റെ ഹറാമായത്, എന്റെ ഭക്ഷണത്തിൽ ഹറാമ് തന്ന, എന്നെ ഹറാമ് തീറ്റിക്കാൻ പ്രേരിപ്പിച്ച എന്റെ വാപ്പയായിരുന്നു റബ്ബേ. ഈ വാപ്പാനോട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലയോ ഭർത്താവേ, എനിക്കും മക്കൾക്കും തിന്നാൻ തരുന്നതിൽ ഹറാമായത് കൊണ്ടുവരരുതേ എന്നൊരു താക്കീത് പോലും കൊടുക്കാത്ത എന്റെ ഉമ്മയും എന്റെ വാപ്പയും എന്റെ ശത്രുക്കളാണ് റബ്ബേ എന്ന് മക്കൾ പറയുന്ന രംഗം.